ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീക്ക് തുടങ്ങിയിട്ട് നല്ല ഒരു ബിയറിഷ് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. നമ്മൾ നല്ല കൺഫർമേഷൻ നമ്മൾ നോക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ നമുക്ക് നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ആ ഒരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മന്ത് വന്നിട്ട് പ്രൈസ് കഴിഞ്ഞ മന്ത് ഒരു ഹാമർ ആയിരുന്നു അല്ലേ, ഒരു IFC ക്യാൻഡിലാണ്. പക്ഷെ ഇതിന്റെ ഹൈ എടുത്തു നല്ല രീതിയിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിയാക്ഷനാണ് ശരിക്കും പറയുന്നത് ഈ ഒരു വീക്ക് തന്നെ ബിയറിഷിലേക്ക് വരാനായിട്ട്. നമ്മൾ കണ്ടായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ഒക്കെ മരണപ്പെട്ടത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു മൺഡേ ഉണ്ടായിരുന്നത്. ഈ ഹൈ വന്നങ്ങാട് എടുത്തു, ഏറ്റവും ഹൈ ഉണ്ടാക്കി ഗോൾഡിന് നല്ല ഒരു മൂവ്മെന്റ് ആ ഒരു ദിവസം നമുക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യും. എല്ലാവരും പ്രൈസ് ബുള്ളിഷിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു പുൾ ബാക്ക് എടുക്കണമായിരുന്നു. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള വലിയ ന്യൂസും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു ദിവസം പ്രൈസ് ഒന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് എടുക്കാനുള്ള ഹൈയും ലിക്വിഡിറ്റി എല്ലാം എടുത്ത് പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു പുൾ ബാക്ക് എടുക്കാനായിട്ട് പ്രൈസ് ഇറങ്ങി. പല ആൾക്കാരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പ്രൈസ് ബുള്ളിഷിലേക്ക് $3000 എന്നൊക്കെ പറഞ്ഞ് ഈ മാസം തന്നെ $3000 എത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രഡിക്ഷൻസ് വലിയ വലിയ ആളുകളുടെ അടുത്തുണ്ടായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ട്വിറ്ററൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവരുടെയൊക്കെ പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് കറക്റ്റായിട്ട് പോകും, പലപ്പോഴും അത് മാനിപ്പുലേഷൻ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു അവസരം നല്ല രീതിയിൽ മുതലെടുത്തു. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലൊരു പുൾ ബാക്ക് വേണമായിരുന്നു, ആ ഒരു ദിവസം നല്ലൊരു പുൾ ബാക്ക് എടുത്തു. ഇനി പ്രൈസ് ചിലപ്പോൾ ബിയറിഷിലേക്ക് വരാം, ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യുക, ഇവിടെ ചിലപ്പോൾ നല്ല തിരിച്ചൊരു ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഇംബാലൻസ് ഒക്കെ പ്രൈസ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ എടുത്ത് വീണ്ടും ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കൊരു വീക്കിന്റെ ലോ എടുത്ത് ഈ ഒരു ട്രേഡാണ് ഇപ്പൊ നമ്മൾക്ക് റണ്ണിങ്ങിൽ നിൽക്കുന്നത്. നല്ലൊരു റിയാക്ഷൻ തന്നു, എന്നിട്ടാണ് തിരിച്ചു വന്നിരിക്കുക. അപ്പൊ നമുക്ക് നാളത്തെ ഒരു മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ട്രേഡ് എടുക്കാനായിട്ട്. എന്തായാലും മൺഡേ ഒക്കെ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടി. മൺഡേയും ട്യൂസ്ഡേ ഒക്കെ നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പൊ നമുക്ക് ഡേയിലേക്ക് നോക്കാം. ഡേയിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ മേളിലേക്ക് കൊണ്ടുപോയത് അല്ലെ. ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷിൽ അന്ന് വന്നു. പക്ഷെ അന്ന് ബാങ്ക് ഹോളിഡേ ആയിരുന്നു. എന്നിട്ട് പോലെ നല്ലൊരു മൂവ്മെന്റ് വന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ യൂസ് ചെയ്തു എന്ന് പറയാം. നമുക്ക് ഇതാണ് നമ്മുടെ മേജർ ഹൈ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മേജർ ഹൈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബിഗ് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത് അല്ലെ. നല്ലൊരു IFC ക്യാൻഡിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഫണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബൈ ഓർഡേഴ്സും നല്ല പ്രോഫിറ്റിൽ വന്നു, അതെല്ലാം TP അടിച്ചു. നല്ലൊരു സെൽ ഓർഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷനെ ഇവിടെ ഇട്ടു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു IFC ക്യാൻഡിൽ ആയത് തന്നെ അതിന്റെ ലോ ബ്രേക്ക് ചെയ്തു. നമുക്കറിയാം IFC ക്യാൻഡിലെ കൺഫർമേഷൻ അതനുസരിച്ച് തന്നെ. അപ്പോൾ ഈ IFC ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുമ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ദിവസം ഇമ്പോർട്ടന്റ് ആണ്. ആ ദിവസം പ്രൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും പ്രൈസ് താഴേക്ക് വന്നത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ലോ വരെ എടുക്കാം, ഒന്നെങ്കിൽ ഈ ലോ ഈക്വൽ വരെ അല്ലെങ്കിൽ ഈ ലോ വരെ. അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങോട്ടെത്തും എന്ന് കിട്ടിയ നല്ല നമ്മളുടെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്റ്റുഡൻസ് എല്ലാവരും ഇത് നല്ല രീതിയിൽ എൻകാഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസ് അനുസരിച്ച് ഇപ്പോൾ 6 മാസം കൊടുക്കുന്ന ഒരു വ്യക്തിയും 1 ഇയർ കൊടുത്തൊരു വ്യക്തിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരാളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് നമ്മൾ ഒരു വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി പോകുന്നതാണ്. എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നത് കാര്യമാണ്, നമ്മളിവിടെ ഒരിക്കലും സിഗ്നൽസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പറഞ്ഞു കൊടുക്കാം. ആ മൂവ്മെന്റിനനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരുപാട് ട്രേഡ് എടുക്കണമെന്നില്ല. ഇവിടെ ചിലപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാം, ചിലപ്പോൾ 1-2 ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ബൈയിൽ മര്യാദക്ക് കയറാതിരിക്കുക. ബൈയിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, റിയാക്ട് ചെയ്തു ബ്രേക്ക് ചെയ്ത് പോകുന്നു. പക്ഷെ ചെറിയ ചെറിയ മൂവ്മെന്റ് അതും നല്ല രീതിയിൽ യൂസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്ന ആൾക്കാർക്ക് എന്തായാലും കൺഗ്രാറ്റ്സ്. ഇനിയും സൂപ്പറായിട്ട് പ്രോഫിറ്റ് എടുക്കട്ടെ. വലിയ വലിയ ഇൻകങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ചെറുത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ബിഗിനേഴ്സിന്റെ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഒന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇൻഡിപെൻഡന്റ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ടെന്നുള്ള കാര്യം വളരെയധികം സന്തോഷമുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഏകദേശം നല്ലൊരു പുൾ ബാക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, നാളത്തെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോരുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ട്രേഡ് എടുത്ത നല്ലൊരു മൂവ്മെന്റ് കിട്ടി. നല്ല രീതിയിൽ സിംഗ് ട്രേഡ് എടുത്ത ആൾക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടി. ആ ഡേയുടെ ക്യാൻഡിൽ എടുത്ത് അങ്ങനെ തന്നെ
ഞാനും ആ ഒരു ദിവസം ഒരു സെക്ഷന്റെ വെച്ച് എടുത്തു. പക്ഷെ നല്ലൊരു പുൾ ബാക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ചില ട്രേഡുകൾ നമ്മൾ അതിന്റെ ടിപിനേക്കാളും കൂടുതൽ മൂവ്മെന്റ് പോകും. ഞാൻ ഈ ഒരു സെക്ഷന്റെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ടി പി കണ്ട് പല ആൾക്കാരും ചോദിച്ചതാണ് അത്രയും വലിയ ടി പി വരെ മൂവ് ചെയ്യുമോ എന്ന്. പക്ഷെ പ്രതീക്ഷിക്കാവുന്ന ചില നമുക്ക് മനസ്സിലാവും പ്രൈസ് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ആ ഒരു ടി പി ഒക്കെ വെച്ച് മുന്നോട്ട് പോയത്. പക്ഷെ കറക്റ്റ് ആയിരുന്നു, ഇവിടം വരെ പ്രൈസ് വന്നു, വളരെയധികം സന്തോഷം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ മൂവ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. പ്രൈസ് ഇവിടെയൊക്കെ നല്ലൊരു റിയാക്ഷൻ തന്നിട്ടാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഡേയുടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇനി ബൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലൊരു കൺഫർമേഷനിൽ മാത്രം, ചെറിയ ചെറിയ കൺഫർമേഷനല്ല, നല്ലൊരു കൺഫർമേഷനിൽ മാത്രം ബൈ എടുക്കുക. നല്ലൊരു കൺഫർമേഷൻ പല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടിയില്ല. കിട്ടിയെടുത്താണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇപ്പൊ അത് ഏകദേശം ബ്രേക്ക് ഈവൻ അടിക്കാറായിട്ടുണ്ട്. വീക്കിന്റെ വന്നിട്ട് ഇപ്പൊ 1 അവറിലാണെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ 1 അവറിൽ നമുക്കൊരു കാര്യം മിസ്സായി. ഇപ്പൊ ഞാൻ ഫ്രൈഡേ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, എൻ്റെ ലാപ്പില്ലായിരുന്നു, മൊബൈലിലൊക്കെ നോക്കിയത് കൊണ്ട് തന്നെ ഞാൻ വരച്ച 1 അവറിന്റെ വരച്ചു പോയ ഒരു ഓർഡർ ബ്ലോക്ക് കറക്റ്റ് അല്ലായിരുന്നു. ശരിക്കും 1 അവറിന്റെ ഐഡിയും എടുത്തു. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ലോയിൽ, കണ്ടോ? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മിസ്സായി. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഗോൾഡ് ബുള്ളിഷിലേക്ക് പോയപ്പോൾ തന്നെ 1 അവറിന്റെ PO ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു PO ആയിരുന്നു, നല്ലൊരു IFC ക്യാൻഡിലായിരുന്നു, നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് ആ വീക്കിന്റെ ലോയിൽ ആ 1 അവറിന്റെ ക്യാൻഡിൽ വന്നിട്ടാണ് നല്ല റിയാക്ഷൻ തന്നേക്കണം. ചിന്തിച്ചു നോക്കിയേ, ബാക്കി 4 അവറിന്റെ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു, 4 അവറിന്റെ ഐഡിയ ഉണ്ടായിരുന്നു, ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും റിയാക്ട് ചെയ്യാതെ ഏറ്റവും അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്ത 1 അവർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡിന്റെ കാര്യത്തിൽ. ഏതൊരു പേരിന്റെ കാര്യത്തിൽ ഞാൻ അതേപോലെ ഉള്ള. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൽ നമ്മൾ ഈ 1 അവറിൽ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാർ വിത്തൗട്ട് IDMൽ കയറി, വളരെയധികം സന്തോഷം. ഫസ്റ്റ് മൂവ്മെന്റ് അല്ല, നോക്കിയേ, ഈ മൂവ്മെന്റ് അല്ല, ഇവിടെ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് റിയാക്ട് ചെയ്തു, ഇവിടെ നിന്ന് വിത്തൗട്ട് IDMലൊക്കെ 5 മിനിറ്റിലേക്ക് കയറിയുണ്ട്. നമുക്ക് 50 മിനിറ്റിൽ നോക്കണമെന്നുണ്ടെങ്കിലും പ്രൈസ് വന്നു, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴും പ്രൈസ് ഒരു 50 മിനിറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കിയത് വെച്ചാൽ 50 മിനിറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ വളരെ കുറവായി. ഇവിടെ ഒന്ന് തന്നെങ്കിൽ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഈ ഹൈ, ഈ OB ഒന്ന് റിയാക്ട് ചെയ്തത് കൊണ്ടും പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഈ ഹൈ ഒന്ന് എടുത്തെടുത്തിട്ട് പിന്നെ അവസാനം ഒന്ന് ഇറങ്ങിയത്. ഓക്കെ, ഇവിടെ നല്ലൊരു റിയാക്ഷൻ പ്രൈസ് തന്നു അല്ലെ. ഈ ഒരു IFC ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് സെല്ലെടുത്ത ആൾക്കാരെല്ലാവരും ഉണ്ട്. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് സെല്ലെടുത്ത ആളുകളുണ്ട്. അത് നല്ലൊരു മൂവ്മെന്റ് തന്നെ നമുക്ക് കിട്ടി. ഏകദേശം 64 മുതൽ ഏകദേശം 50 വരെ ഒരു 140 പിപ്പ് നല്ല രീതിയിൽ എടുത്ത ആൾക്കാരുണ്ട്. ഹോൾഡ് ചെയ്ത ആളുകളുടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു, വളരെയധികം സന്തോഷം. അപ്പോൾ 50 മിനിറ്റ് നമ്മൾ നോക്കണമെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു അല്ലെ. പ്രീവിയസ് ലോ ആകുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, അത് കണ്ട പല ആൾക്കാരും. പക്ഷെ പല ആളുകളും ഈ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടില്ല എന്ന് പറഞ്ഞു. സോറി, ഞാൻ പറഞ്ഞില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. പക്ഷെ ചില ആളുകൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ആ എൻട്രിയൊക്കെ എടുത്ത് അഴച്ചു തന്നായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെച്ച് ട്രേഡ് എടുക്കുക. ഒന്നാമതേ പ്രൈസ് ഫ്രൈഡേ ആണ് നിൽക്കുന്നത്, പ്രൈസ് ഇനിയും വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 50 മിനിറ്റിൽ പ്രൈസ് ഒരു IDM ഒക്കെ എടുത്ത് പ്രൈസ് തിരിച്ചു വരാം, ഇവിടെയൊക്കെ ചോക്ക് വരാം. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ പ്രൈസിലൊക്കെ പോകാം. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ മൺഡേ മൂവ്മെന്റ് ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒരിക്കലും കളയരുത്. എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ റിസ്ക് എടുക്കണമെന്ന്. ഒരേ റിസ്ക് തന്നെ എടുക്കുക. പല ആൾക്കാരുടെ റിസ്ക് ഞാൻ പലവട്ടം കണ്ടതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ വീണ്ടും ചെയ്തത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാനായിട്ട്. നമുക്ക് GBP USDയിലേക്ക് വരാം. നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് മന്ത് അല്ല ബുള്ളിഷ് ആണല്ലേ. മന്ത് ഈ മാസം പ്രൈസ് പ്രീവിയസ് മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സെൽ എടുത്തൂടെ എന്ന് ചോദിച്ചാൽ ശരിയാണ്, സെൽ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പ്രൈസ് എപ്പോഴൊക്കെ ഹൈ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രൈസ് റിയാക്ട് ചെയ്തു. ഇവിടെയൊക്കെ വിക്ക് ബ്രേക്ക് ആണ് കൂടുതൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബോഡി ബ്രേക്ക് നടത്തുമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസങ്ങളിൽ താഴേക്ക് വരും. നല്ലൊരു കൺഫർമേഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇതൊക്കെ മിക്കവാറും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ചയോടെ ചിലപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വരാനുള്ളൊരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മന്തിന്റെ ഹൈ എടുത്തതുപോലെ തന്നെ വീക്കിന്റെ ഒരു ഇന്റേണൽ IDM പ്രൈസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏത് ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് ആദ്യം ഫസ്റ്റ് എടുത്തത്. എന്നിട്ട് പ്രൈസ് ഒന്നും കൂടി ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല, രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. എന്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുന്നത് കുറച്ച് നാളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലേ. പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെ. ഇപ്പൊ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു, പ്രൈസ് മേളിലേക്ക് വന്നു, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു, പ്രൈസ് റിയാക്ട് ചെയ്തു, ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു, പ്രൈസ് റിയാക്ട് ചെയ്തു, ഇപ്പൊ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു, പ്രൈസ് റിയാക്ട്, ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാ പ്രൈസ് മേളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ
നല്ലൊരു മൂവ്മെന്റ് രണ്ട് സൈഡിലേക്കും കിട്ടിയിട്ടുണ്ട്. GBP USD നല്ല പ്രോഫിറ്റ് കണ്ട ആൾക്കാർ ഹിസ്റ്ററിയെ കഴിച്ചപ്പോൾ നല്ല പ്രോഫിറ്റ് കണ്ടതൊക്കെ ഞാൻ കണ്ടായിരുന്നു. വളരെ വളരെയധികം സന്തോഷം. ഇപ്പോൾ 4 hourൽ നമ്മൾ ഈ ഒരു OB നമ്മൾ വരച്ചിട്ടതാണ്. ഇവിടെ നിന്ന് നല്ല റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ഓൾറെഡി ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അഴിച്ചതിന്റെ കൂട്ടത്തിൽ ഇതും അഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗോൾഡ്, നമ്മുടെ AUD അതൊക്കെ നമ്മൾ അഴിച്ചതായിരുന്നു. അവിടെ നിന്നൊക്കെ നല്ല റിയാക്ഷൻ ഉണ്ട്. ട്രേഡ് എടുത്ത ആളുകളുണ്ട്. വളരെ സന്തോഷം. ചിലപ്പോൾ ഒരു ഹൈയും കൂടി എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഹൈ എടുക്കണമെങ്കിൽ വീണ്ടും 4 hourന്റെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. പുതിയ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ 1 hourലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 1 hourന്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെയായിരുന്നു. പക്ഷെ ഒരു 1 hourന്റെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പൊ 4 hourന്റെ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന സമയത്ത് 1 hourന്റെ ഓർഡർ ബ്ലോക്കിൽ വരുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കയറും. 4 hour അല്ലേ, 4 hourന്റെ 1 hourന്റെ ഓർഡർ ഫ്ലോയിൽ വന്നു, പ്രൈസ് മൂവ് ചെയ്തു, അത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി വളരെ വ്യക്തമായിട്ട് ട്രേഡ് എടുക്കുക. ഇനി മൺഡേ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 4 hourന്റെ സ്ട്രക്ചർ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സെക്ഷൻ 2 ഏരിയയിലേക്കും ട്രേഡ് എടുക്കാൻ തന്നെ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു റേഞ്ചിൽ പതിയായിരിക്കും പ്രൈസ്. ഏകദേശം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റിന്റെ അവസാനിച്ച് കഴിഞ്ഞ് ഇനി ചിലപ്പോൾ റേഞ്ചിൽ പോകും. ആ സമയത്ത് 4 hour ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുള്ളിഷ് മൂവ്മെന്റ് ചിലപ്പോൾ കാണാൻ പറ്റും. വീണ്ടും നമുക്ക് AUD USD നമുക്ക് നോക്കാം. AUD USD മന്തിന്റെ ഒരു ഹൈ എടുത്ത മൂവ്മെന്റ് ആണ് ഈ കാണുന്ന, റിയാക്ഷനാണ് കാണുന്നത്. എവിടം വരെ റിയാക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. പ്രൈസ് ചിലപ്പോൾ തിരിച്ചും കയറാം. ഇപ്പൊ നമുക്ക് നോക്കാം വീക്കിന്റെ നോക്കിക്കഴിഞ്ഞാലും ഈ വീക്ക് പ്രൈസ് ബിയറിഷ് ആയിരുന്നു. കഴിഞ്ഞ വീക്ക് കണ്ടോ, ഇന്റേണൽ ഐഡിയം എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ഈ ഒരു ഐഡിയം എടുത്തു, മന്തിന്റെ ഹൈ ആണ് അത് എടുത്തിരിക്കുന്നത്. അവിടെ ഇവിടെയും ഒരു ഇന്റേണൽ ഒരു ഐഡിയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഐഡിയം ഇത് ഇൻസൈഡ് ആണ്, ഇതാണ് ഇന്റേണൽ ഐഡിയം ഫസ്റ്റ് വരുന്നത്. അതെടുത്തു. ബോഡി ബ്രേക്ക് ആണെങ്കിൽ പോലും നല്ല കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കാന്ന് വെച്ചാൽ മന്തിന്റെ ഹൈ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡേയിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻട്രി ഞാൻ പലവട്ടം എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് ലാസ്റ്റ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എൻട്രി ആണ് കിട്ടിയത്. ഒരുവിധം നല്ല പ്രോഫിറ്റ് കിട്ടി. വലിയ റിസ്ക് ഒന്നും ഞാൻ എടുത്തില്ല. എനിക്കൊന്ന് 10,450-500 പറ്റിയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് അതിൽ നിന്ന്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പൊ ഹൈ എടുത്തിട്ട് ഈ ഇന്റേണൽ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വരുന്ന മൂവ്മെന്റ് അല്ല, ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ്. ഈ ബുള്ളിഷ് മൂവ്മെന്റിൽ ഇവിടെ ഇന്റേണൽ ഐഡിയം എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രൈസ് എടുക്കുന്ന ഇന്റേണൽ ഐഡിയം ആയതുകൊണ്ട് തന്നെ റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് 4 hourലേക്ക് വരാം. ഇതും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അയച്ചതാണ്. ഇതിന്റെ റിയാക്ഷനും പ്രൈസ് അവിടെ നിന്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിന്റെ 1-2 ട്രാപ്പ് കിട്ടിയത് കൊണ്ട് പല ആൾക്കാർ ഇതൊക്കെ എടുക്കാതെ വരുന്നുണ്ട്. പക്ഷെ AUD GBP ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതൊക്കെ നല്ല രീതിയിൽ എൻകാഷ് ചെയ്തിട്ടുണ്ട്. നല്ല എൻട്രി ആയിരുന്നു. ഇപ്പൊ 1 hourന്റെ നോക്കിക്കഴിഞ്ഞാലും 1 hourൽ ഇവിടെ ഒരു വിക്കോബി നമുക്ക് കാണാം. അപ്പൊ 1 hourൽ ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷൻ ആണ് നമുക്കിപ്പോ ഇവിടെ നിന്ന് 4 hourന്റെ ഈ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. എത്രത്തോളം ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രൈസ് ചിലപ്പോൾ വീണ്ടും മൺഡേ ചിലപ്പോൾ ഒന്നും കൂടി വന്ന് ഈ ഹൈ എടുത്തിട്ട് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് എടുക്കാം. അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ വീണ്ടും ബൈ എടുക്കാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 ഏരിയയിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്നതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായാലും ഇവിടെ സപ്ലൈ ഓബിൽ വന്നിട്ടാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 50 മിനിറ്റിന്റെ ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. സെക്ഷന് നോക്കി അതേ രീതിയിലേക്ക് 2 ഏരിയയിലേക്കും ട്രേഡ് എടുക്കുക. പിന്നെ EUR/USD ആണ് വരുന്നത്. EUR/USD മന്ത് വന്നിട്ട് പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രീവിയസ് മന്തിന്റെ ഹൈ എടുത്തു. നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നോക്കിയ പ്രീവിയസ് മന്തിന്റെ ഹൈ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 വട്ടം ഹൈ എടുത്തു കഴിഞ്ഞപ്പോഴും പ്രൈസ് മൂവ് ചെയ്തു. അപ്പൊ ഈ ലോ എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് സെല്ല് എടുക്കുക. വീക്ക് ആണെന്നുണ്ടെങ്കിലും പ്രീവിയസ് വീക്കിന്റെ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. അപ്പൊ ആ റിയാക്ഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. മിനിമം ഇവിടം വരെയെങ്കിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നോക്കാവുന്നതാണ്. പ്രൈസ് താഴേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പൊ ഡേയുടെ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് ഒരു ഇന്റേണൽ ഇത് ശരിക്കും പറഞ്ഞാൽ പക്ക വാലിഡ് ആണോ ഡേയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇന്റേണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഐഡിയം ഇല്ലാതെയും ഇതിപ്പോ റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 4 ദിവസമായിട്ട് 5 ദിവസമായിട്ട് പ്രൈസ് ബിയറിഷ് ആയിരുന്നു. 4 ദിവസം പ്രൈസ് ബിയറിഷ് ആയിരുന്നു. 5ാമത്തെ ദിവസമാണ് പ്രൈസ് ഒന്ന് ബുള്ളിഷിലേക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് 4 hourന്റെ ഈ ഒരു എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഈ ലോ വരെ ഹോൾഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്നായിരിക്കും വന്ന് ഇതിന്റെ ലോ എടുക്കാണെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇത്രയും ലോവസ്റ്റ് പൊസിഷൻ, വലിയ ലോവസ്റ്റ് പൊസിഷനിലാണ് പ്രൈസ് വന്ന് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഒന്ന് റിക്കവറി ആയി വരാനായിട്ട് വർഷങ്ങൾ ചിലപ്പോൾ എടുക്കും. EUR/USD ആ ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ലോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ലോ എടുക്കുന്നത്. ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട. ഈ മൂവ്മെന്റ് കഴിഞ്ഞു. ഈ മൂവ്മെന്റ് വീണതും തിരിച്ച് കയറി വരുന്ന മൂവ്മെന്റ് ഓക്കെ. പക്ഷെ ഇതേപോലെ തിരിച്ച് ഇറങ്ങുന്നത് ഇതേപോലെ തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ.
കണ്ടോ, ഇതേപോലെ തന്നെ ആകാനുള്ള സാധ്യത. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പ്രൈസ് എങ്ങനെയോ കയറിയത് അതേപോലെ തന്നെ പ്രൈസ് ഇവിടെ ഇറങ്ങി അതേ സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഇതൊക്കെ ന്യൂസിൽ സംബന്ധമായിട്ട് പ്രൈസ് മൂവ് ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ ഇതേ സ്ട്രക്ചർ തന്നെയാണ്, അതേപോലത്തെ ന്യൂസ്. അപ്പൊ നിങ്ങൾക്കും ഇവിടെ നിന്ന് ഇനി പ്രൈസ് ഇങ്ങനെ കയറിയത് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതേ സ്ട്രക്ചർ തന്നെ വരും. അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് എടുത്ത് ഏപ്രിൽ 16 ഇനി പ്രൈസ് മൂവ് ചെയ്തു ഏകദേശം മെയ് 15 അല്ലേ. അപ്പൊ ഒരു മാസം കൊണ്ടാണ് എത്തിയെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു മാസം 1.5 മാസം ചിലപ്പോൾ 2 മാസം കൊണ്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും തന്നെ നോക്കുക. വേറെ ഒന്നും എനിക്ക് അതിൻ്റെ അകത്ത് പറയാനില്ല. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നോക്കിയ 1 അവറിന്റെ ഡിസിഷൻ ഓഫ് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ വരാനുള്ള സാധ്യത. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബയ്യോ വല്ലതും നോക്കുക. പിന്നെ സെക്ഷനിലൊക്കെ എന്തെങ്കിലും ബയ്യും സെല്ലൊക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ എങ്കിലും എടുക്കുക എന്ന് പറയാനേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ എന്നും, അപ്പോൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പറയുന്ന ട്രേഡുകൾ നോക്കുക, മുമ്പേ കയറാതിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ മൈൻഡാണ് ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് പ്രൈസ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോകുന്നതെങ്കിലും ഒരു പക്ക പോസിറ്റീവ് മൈൻഡ് ആയിട്ട് നിൽക്കുകയാണ് എപ്പോഴും നല്ലത്. 95% അല്ലെങ്കിൽ 90% നിങ്ങളുടെ മൈൻഡിലാണ് നിങ്ങൾ കാര്യം ഇരിക്കുന്നത്. പ്രൈസ് ഇപ്പോൾ ഈ ഒരു ഓബിയിൽ വന്ന് നല്ല റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള സാധ്യതകൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള സാധ്യതകൾ എൻകാഷ് ചെയ്യുക. നല്ല നല്ല ഹൈ പ്രയോറിറ്റി ഏരിയകളുള്ള എൻകാഷ് ചെയ്യുക. ഒരിക്കലും തിടുക്കപ്പെട്ട ഒരു ട്രേഡിന് കയറാതിരിക്കും, ഇമോഷണൽ ഒരു ട്രേഡിന് കയറാതിരിക്കും. കഴിഞ്ഞ ട്രേഡ് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ട്രേഡിന് കയറാനുള്ള സാധ്യത ഇമോഷൻസ് വരും. ലാഭമാകുമ്പോൾ ഓവർ കോൺഫിഡൻസ് വരും, നഷ്ടം വരുമ്പോൾ ഇമോഷൻസ് വരും. അത് തിരിച്ചു പിടിക്കാനുള്ള രീതി ട്രേഡ് എടുക്കാൻ നോക്കും. അപ്പൊ ട്രേഡിന് വേണ്ടിയല്ല നിങ്ങൾ നോക്കേണ്ട, സാധ്യതകൾ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കേണ്ടത്. എവിടെയൊക്കെ എന്തൊക്കെ സാധ്യതയുണ്ട് അത് നല്ല രീതിയിൽ പഠിക്കുക. അത് പഠിച്ചതിന്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് നല്ല ട്രേഡുകൾ ഐഡന്റിഫൈ ചെയ്യാനും ആ ട്രേഡിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളെ കൊണ്ട് അവിടെ ട്രേഡ് ഇടിക്കുക. അല്ലാതെ ഒരു ഇമോഷണൽ ഒരു ട്രേഡ് പോകരുത്. അവിടെ നല്ലൊരു ട്രേഡ് ഉണ്ട്, അവിടെ നല്ലൊരു കൺഫർമേഷൻ ഉണ്ട്, ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാമെന്ന് നമ്മുടെ മൈൻഡ് തന്നെ പറയും. ആ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ട്രേഡറായിട്ട് മാറാൻ പറ്റും. ഞാൻ പറയുന്നത് പോലെ തന്നെ ഇമോഷൻ ആണ് കാര്യമിരിക്കുന്നത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് അടിപൊളിയായിട്ട് വിജയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.